ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇടക്കാല റിപ്പോർട്ടും അതുപോലെ തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അടക്കം സമർപ്പിക്കും എന്ന് നമുക്ക് അറിയാമായിരുന്നു. അത് ഇപ്പോൾ ഹൈക്കോടതി ഈ സ്വർണ്ണ കവർച്ച കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിൽ നടന്ന ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തു വന്നത്. ഇതിൽ സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ BSCCയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാല റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കം പുറത്തുവന്നത്. VSSCയിൽ നടത്തിയ പരിശോധനയിൽ ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്ന ഫലമാണ്, ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം അടക്കം ഹൈക്കോടതിക്ക് കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ റിപ്പോർട്ടിനൊപ്പം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളികളിലെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. അത് VSSCയിലാണ് നടത്തിയത് പരിശോധനയുടെ ഫലം കൂടി ഇപ്പോൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ? അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന് വെച്ചത് ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ SITക്ക് തന്നെ ഉണ്ട്. അതിൽ ഒരു ശാസ്ത്രീയ പരിശോധന ഇനിയും വേണം, വിശദമായൊരു കാലപ്പഴക്കമടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടിലേക്ക് SIT വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതെല്ലാം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഇക്കാര്യങ്ങളെല്ലാം SIT അറിയിക്കുകയും ചെയ്യും. SITയുടെ തലവനായിട്ടുള്ള ADGP H വെങ്കടേഷ്, അതുപോലെ തന്നെ SP ശശിധരൻ എന്നിവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ എല്ലാ തവണയും പോലെ ഇത് അടച്ചിട്ട മുറിയിലാണ് ഈ കേസ് പരിഗണിക്കുക. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ഹൈക്കോടതിയുടെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഹൈക്കോടതിയുടെ തുടർ നിർദ്ദേശങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഇക്കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യത ഒക്കെയുണ്ട്. ഏതായാലും ഇതെല്ലാം ഈ ഹൈക്കോടതി ഈ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും നിർദ്ദേശം നൽകുക. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികളുമായി ഹൈക്കോടതി പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ SIT പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ SIT നൽകിയ ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ച് കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജി റിപ്പോർട്ട് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന VSSCയുടെ പരിശോധനാ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ നിലവിലിരിക്കുകയാണ്. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ പറയുന്ന ആ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും അത് ഉടൻ തന്നെ അറിയാൻ കഴിയും. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം ഹൈക്കോടതിക്ക് കൈമാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.